ഹലോ എവരിവൻ. ഇന്ന് മെയ് 11 ലോക മാതൃദിനം. എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും എൻ്റെ മാതൃദിനാശംസകൾ. ഈ മാതൃദിനത്തിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പോസ്റ്റ്. ഒരുപാട് സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പം അവരുടെ സ്വപ്നങ്ങൾ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു, അല്ലെ അവരുടെ കരിയർ ഉപേക്ഷിക്കേണ്ടി വന്നത്. ഇതൊരു ശരിയായിട്ടുള്ള കാര്യമാണോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളൊരു അമ്മയായി എന്നതിൻ്റെ പേരിൽ നമ്മുടെ സ്വപ്നങ്ങളെ അല്ലെ നമ്മുടെ കരിയറിനെ നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല, അല്ലേ? എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അവരുണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഞാൻ സ്വപ്നം കാണാൻ പഠിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ സ്വപ്നങ്ങളെ കാരണം നാളെ ഒരിക്കൽ നമ്മൾ പറയാൻ പാടില്ലല്ലോ, നിങ്ങൾ കാരണം ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ ഉപേക്ഷിച്ചെന്ന്. അത് നമ്മുടെ വരും തലമുറയിലേക്ക് നമ്മളൊരു നെഗറ്റീവായിട്ടുള്ളൊരു മെസ്സേജല്ലേ കൊടുക്കുന്നത്. നമ്മളുടെ മക്കളുണ്ടായി എന്നതിൻ്റെ പേരിൽ നമ്മുടെ കരിയറുകൾ എന്തിനാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത്? കാരണം സ്ത്രീ എന്ന ഒരുപാട് റോളുകൾ ദിവസവും കൈകാര്യം ചെയ്യുന്ന ആൾക്കാരല്ലേ. അവരെ ഭാര്യയായിട്ടും മകളായിട്ടും മരുമകളായിട്ടും ഒക്കെ ഒരു ഡെയിലി ലൈഫിൽ എന്തെല്ലാം റോളുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പക്ഷേ അമ്മയായി എന്നതിൻ്റെ പേരിൽ മാത്രം കരിയർ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഈ ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ എൻ്റെ ഈ ഒരു സ്ഥാപനം, ഒരു ഓൺലൈൻ ജ്വല്ലറി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നാളെ എൻ്റെ മക്കൾ കാരണമാണ് എൻ്റെ കരിയർ നശിച്ചത്, അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളെ എനിക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാഞ്ഞത് എന്നുള്ളൊരു തോന്നൽ അവരിലേക്കൊരു നെഗറ്റീവ് മെസ്സേജ് പാസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചിന്തിക്കൂ, നമ്മുടെ മക്കൾക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി. പ്രൗഡ് ടു ബി എ മോംപ്രണർ.